ഡോക്ടർ നുസ്രത് ജഹാൻ, കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ നമ്മൾ അഭിമാനത്തോടെ പറയാറുള്ളത്. പക്ഷേ കേരളം ടെററിസത്തിൻ്റെ ഹബ്ബാണ്, അങ്ങനെ ഒരു ചീത്തപ്പേര് കൂടി നമുക്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ടൂറിസത്തെയും ഒരു 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 മാധ്യമമായി, ടെററിസം പുഷ്ടിപ്പെടുത്താനുള്ള ഒരു മാധ്യമമായി ഉപയോഗിക്കൂ എന്ന ആശങ്കയുണ്ട്. കാരണം ഈ ഉരുണ്ട് കളിയിൽ നിന്നാണ് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം മന്ത്രിയോ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരോ തരികയാണെങ്കിൽ ഈ വിവാദം ഇവിടെ അവസാനിക്കും. പക്ഷേ ഇപ്പോഴും പല വിവരങ്ങളും പുറത്ത് വിടുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു കലക്ടർ എഴുതി വെച്ചതാണ് കേരളത്തിന് ആ പദവി തോന്നുന്നു. ഐ തിങ്ക് ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ് ഏഞ്ചൽസിനെ സൃഷ്ടിച്ചപ്പോ ചെകുത്താനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് അവിടെ നമ്മൾ കാണണ്ടേ. അപ്പൊ ആ ചെകുത്താന്റെ ആ ഒരു വൈബ് നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ വല്ലാതെ കാണുന്നു. കാരണം അത് ഗോഡ് തന്നെ അങ്ങനെ, അതുകൊണ്ടായിരിക്കാം ആ കലക്ടർ ആ പേര് വിളിച്ചത് തോന്നുന്നു. കാരണം ഇപ്പോ കേരളത്തിന്റെ ടൂറിസത്തിന്റെ എന്താണ് ഇവര് പ്രൊമോട്ട് ചെയ്തത്, എന്താണ് ഇവര് ചിത്രീകരിച്ചെന്നുള്ളത് ഇവർക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? പബ്ലിക്കായിട്ട് ഇവർ ചിത്രീകരിച്ച ചിത്രീകരണം ജ്യോതി മൽഹോത്രയുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്താണ് ടൂറിസ്റ്റ് സ്പോട്ടാണോ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ഇവരെങ്ങനെ വരൂ? പിന്നെ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ല, സർക്കാരിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥിയാവുമ്പോ ഒരു സ്ഥലത്തും നിയന്ത്രണം ഉണ്ടാവില്ലല്ലോ, എവിടെ വേണമെങ്കിലും കയറി ചെല്ലാലോ. ആ ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. അവരാരാണ് കൊണ്ടു നടന്നത്? ഇപ്പൊ പിന്നെ എന്താണ് ട്രെയിനിൽ തീയിട്ട് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു, എന്താണ് അവിടുന്ന് വന്നിട്ട് അവിടെ എലത്തൂര് തീയിട്ട് അവന് ഷെയ്ൻബാഗ് എന്ന് വന്ന് ഇവിടുന്ന് വന്നിട്ട് കോഴിക്കോട് വന്ന് എലത്തൂര് വെച്ച് തീയിടാൻ തോന്നി അവനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അവൻ അവിടെ കണ്ണൂർ ആശ്രയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേരള പോലീസ് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ ഓരോ തീവ്രവാദിക്കും അവിടെ അഭയം. തഹാവൂർ റാണന്റെ കൂടെ ആരുണ്ടായിരുന്നു? പിന്നെ ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ വന്ന പഹൽഗാൻ കൊലപാതകിന്റെ പിന്നിൽ ആരായിരുന്നു? എവിടെയാണ് അവൻ പഠിച്ചതെന്നൊക്കെ ഇപ്പൊ ഇവർക്കൊക്കെ അറിയാമല്ലോ. ഗവൺമെന്റിന് അറിയാത്ത ഒന്നുമില്ലല്ലോ. ഇത്രയൊക്കെ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുമ്പോ അറിയാത്ത ഒന്നുമില്ല. പിന്നെ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് റിയാസ് ഒന്നും പറയണ്ട. വേൾഡ് മാപ്പിലെ ടൂറിസം സ്പോട്ടിൽ അറിയോ? ഇത്രയും രാജ്യങ്ങളിലെ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോടാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ വാസ്കോഡിഗാമ വന്ന് ആ കാപ്പാട് കടപ്പുറം വാസ്കോഡിഗാമ വന്ന് വേൾഡ് ടൂറിസം സ്പോട്ടായ സ്ഥലമെങ്കിലും ഒന്ന് നന്നാക്കാന് കോഴിക്കോട്ടുകാരനായ ഈ റിയാസിന് പറ്റിയില്ലേ? ഇതൊന്നും ചെയ്യരുത്. അവിടെ ചെറിയൊരിതുണ്ട്, ഒരു തൂണ് പോലെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ ശരിക്കും ഇപ്പോഴും വിദേശികൾ കാപ്പാട് കടപ്പുറം കാണാൻ പോകും. അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന ടൂറിസം എന്ന് പറയാം അപ്പൊ സ്പിരിച്വൽ, പുഴയും മലകളൊക്കെ ആയി അവർക്ക് സ്പിരിച്വൽ ആയി തോന്നുമായിരിക്കും. അപ്പൊ എന്ത് പറയുമ്പോ മുസ്ലിമിന്റെ പേരാണെങ്കിൽ ആ ഒരു അവകാശം ഇവരെടുക്കണ്ട. എത്രയോ 23 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ എന്നാണ് കണക്ക് പ്രകാരം. ഈ 23 കോടിയിൽ 1 കോടിയെ കാണുള്ളൂ ടെററിസം പറഞ്ഞിട്ട് ഇതുപോലെ മതേതരം പറയണ ഈ മുസ്ലിങ്ങള്. ബാക്കി എല്ലാരും നല്ലതന്നെ. ഇത്രയും മതി. ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു കുടം വെള്ളത്തിൽ ഒരു തുള്ളി വീണാ മതി, ബാക്കിയുള്ള മുസ്ലിങ്ങളും കേടുവരും. അതുകൊണ്ട് മുസ്ലിങ്ങളെ പേരായിരുന്നെങ്കിൽ അങ്ങനെ ആക്കിയിരുന്നേ. ഇതൊരു മുസ്ലിം ആവാതെ പോയി, അല്ലെങ്കിൽ മുസ്ലിം ആയോണ്ട് ഇവര് ചെയ്യും സംഘ് പരിവാറ്, അല്ലെങ്കിൽ പിന്നെ BJP-ക്കാര്, നമ്മൾ ആരെങ്കിലും വന്ന് പറയും. ഇത് പറയണ ഈ പിന്നെ ഒന്നായിട്ടുള്ള ഇത് നമ്മുടെ മുസ്ലിങ്ങളുടെ ഇവരെ എടുക്കണ്ട. ഇന്ത്യയിൽ എത്രയോ വിവരമുള്ള മുസ്ലിങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വളർന്നു വരിക. ഈ താലിബാൻ സ്റ്റൈലിനെ എതിർക്കണ, താലിബാനിൽ തന്നെ അടിച്ചോടിക്കണം. പിന്നെയാണോ ഇപ്പോ ചുറ്റും കാണുന്ന ബംഗ്ലാദേശിൽ നടന്നത് ഇവിടെ നടത്താന്നുള്ള? പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ മതേതരത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഇവർ ആലോചിക്കണം. നാഷണലിസം പറയുമ്പോ, രാജ്യത്തിന് വെട്ടിക്കറിയ പറയുമ്പോ നമ്മൾ മുസ്ലിമായ ജിന്നേനെ പിന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ ആരെയാ പറയാ? നെഹ്റുവിനെ, ജവഹർലാൽ നെഹ്റുവിനെ. അയാൾ ഹിന്ദു അല്ലേ? എന്തുകൊണ്ട് പറയണേ? ദേശം എന്നുള്ള മുഖ്യമാണ്. ഇനി ഈ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷ തന്നെയാണ് മുഖ്യം. ഏത് ബ്ലോഗർ ആയാലും ഏത് സുന്ദരീനെ കൊണ്ടുവന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല. അതിന് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം മന്ത്രി റിയാസ് തരണം നമുക്ക്. അവരെങ്ങനെ വന്നു, ആര് കൂടെ വന്നു, അവർക്ക് എന്ത് ചെലവാക്കി എന്നുള്ള റിയാസ് ഈ രാജ്യത്തിന് സമർപ്പിക്കേണ്ട കണക്ക് തന്നെയാണ്.